തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1,86,00,000 രൂപയുടെ മയക്കുമരുന്നുമായി ഡോക്ടർമാർ പിടിയിലായി. കണ്ണൂർ സ്വദേശി ലിബിൻ ദാസ്, കൊല്ലം സ്വദേശി ആനന്ദ് ജയപ്രകാശ് എന്നിവരാണ് പിടിയിലായത്. ബാങ്കോക്കിൽ നിന്നെത്തിയ ആനന്ദ് ജയപ്രകാശ് കസ്റ്റംസ് പരിശോധന ഒഴിവാക്കാനായി തന്റെ ബാഗേജ് സിംഗപ്പൂരിൽ നിന്നെത്തിയ ലിബിൻ ദാസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആഷ്യൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷ്യൻ ഡിയാഗോ, ഇവർ ഡോക്ടർമാരാണ്. വളരെ തന്ത്രപൂർവ്വമാണ് ഈ മയക്കുമരുന്ന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കസ്റ്റംസ് ഇവ പിടികൂടിയത്? അരുൺ, വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് കടത്തിലാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പരിശോധന നടത്തുന്നത്. 2 ഡോക്ടർമാരുടെ പക്കൽ നിന്നാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. കണ്ണൂർ സ്വദേശി ലിബിൻ ദാസ് 27 വയസ്സാണ്. കൊല്ലം സ്വദേശി ആനന്ദ് ജയപ്രകാശ് 34 വയസ്സ്. ഈ 2 പേരുടെ പക്കൽ നിന്നാണ് നിലവിലിപ്പോൾ 1.86 കോടി രൂപയുടെ ഹൈഡ്രോഫോണിക് വീട് എന്ന വിഭാഗത്തിൽപ്പെട്ട ഡ്രഗ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പരിശോധന ഒഴിവാക്കുന്നതിന് വേണ്ടി അതിസമർത്ഥമായാണ് ഇതൊരു ആസൂത്രണം നടത്തിയത് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സിംഗപ്പൂരിൽ നിന്നെത്തിയ ലിബിൻ ദാസിനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് തടഞ്ഞു നിർത്തുന്നതും പരിശോധന നടത്തുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലാണ് മറ്റൊരാളുടെ പങ്കുകൂടി, ജയപ്രകാശിന്റെ പങ്കുകൂടി ഇതിൽ വ്യക്തമാകുന്നു. തുടർന്ന് ബാങ്കോക്കിൽ നിന്നുള്ള യാത്രക്കാരെ കസ്റ്റംസ് കർശനമായി നിരീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ പരിശോധന വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനന്ദ് തന്റെ ബാഗേജ് ലിബിനെ ഏൽപ്പിച്ചത്. തുടർന്ന് സിംഗപ്പൂരിൽ നിന്ന് എത്തുന്നവർക്ക് കസ്റ്റംസ് പരിശോധന ഇളവ് ലഭിക്കും എന്നുള്ള ആ ഒരു ഐഡിയ ഉപയോഗിച്ച് ആ ഒരു കണക്ക് കൂട്ടലിനെ തുടർന്നായിരുന്നു ഇവർ ഒരു കടത്ത് നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർ ഒന്നിച്ച് പഠിച്ചവരാണ്. ചൈനയിലെ വുഹാൻ സർവകലാശാലയിൽ നിന്നാണ് ഇവർ വൈദ്യശാസ്ത്രം ഒന്നിച്ച് പഠിച്ചത് എന്നുള്ളതാണ്. പഠനകാലത്ത് മുതലുള്ള പരിചയമാണ് ഇവർ ഈ മയക്കുമരുന്ന് കടത്തിനു വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് കസ്റ്റംസിന് മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇവർ മുമ്പും ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ളത് കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷൻ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് വരികയാണ്. വിവരങ്ങൾ നൽകിയത്. പഠിച്ചത് വൈദ്യശാസ്ത്രം, കടത്തിയത് മയക്കുമരുന്ന്.